അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമൊന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും വഞ്ചിയിലൊക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടും. അത് തന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ല എന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ട്, കേട്ടിന് എനിക്കുണ്ട്. പക്ഷെ നീന്തണം. നീന്ത്? ആ, കടലിൽ നീന്തണം. അപ്പൊ ഈ ലോഞ്ച് കരയ്ക്കടുക്കില്ലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. പിന്നെ കഷ്ടൊരു പറലോങ് നീന്തണം. അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ? അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. 2 അറബിന്റെ ഡ്രസ്സ് കരുതണം. അതെന്തിനാണാവോ? കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായ എടുത്തിട്ടോളി. അറബിക്കുപ്പായക്കാരന് ഏത് പോലീസാണ് പിടിക്കുക? അതെ. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമു 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 അലൈക്കും അലൈക്കും വഅലൈക്കും വഅലൈക്കും മുസ്സലാം ഉസ്സലാം മതി. പിന്നെ 7-ാം തീയതി ഉരു പുറപ്പെടുന്നതാണ്. പൈസയും കൊണ്ടുപോന്നോളി. അല്ല ഗഫൂർക്ക, ഒരു പക്ഷേ പിടിച്ചു പോയാൽ? ആരെ പിടിക്കാൻ? പിടിക്കുന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരെയും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി. നിങ്ങളെ ആരും പിടിക്കില്ല. പിടിക്കൂല. ഗഫൂറാണ് പറയണത്. ധൈര്യമായിട്ട് പോ. എന്നിട്ട് 7-ാം തീയതി പൈസ ആയിട്ട് വാ. സ്ഥലത്തി. ആ, അങ്ങനെ പടുത്താന്റെ കൃപകൊണ്ട് ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്തെത്തിക്കേ. നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കോളി. ആ കാണാണ് ദുബായ്. ഞാനിപ്പോ ഉപേക്ഷിച്ച് കയറ്റാനോ? തടിയാ എണീക്കടാ. ഇതെന്താടാ ജപ്പാൻ കുടിവെള്ളത്തിന് പൈപ്പ് പൊട്ടിയതാ? വാട എണീക്കടാ. ഉണ്ടത്തായി കൈ മാറ്റിടാ. ഉണ്ടക്കൈ എണീക്കടാ. റാഫി, അത്ര വലിയ ബിൽഡിങ്. ഈ ബുദ്ധി എന്താ നമുക്ക് പണ്ടേ തോന്നാനി? എന്ത് നല്ല മെച്ചാണ് അയാളിനോടല്ലോ നമ്മൾ ഈ ഗൾഫിലെത്തി രക്ഷപ്പെട്ടില്ലേ? മാറിയില്ല സ്ഥലമുണ്ടെങ്കിൽ അറബി ഓട്ടോ കിട്ടിട്ട് City style. City style.
ഇനി നാട് മറന്ന മോനെ, ഇനി നാ നാട്ടിലേക്കില്ല. ജീവിതം ഇനി ഒന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ. സ്വർഗം ഇതാണ് മോനെ, ദുബായ് അല്ലാണ്ട് പിന്നെന്താ സ്വർഗം? നാട്ടിൽ നേരക മറന്നാളെ മോനെ. ഇപ്പൊ നമുക്ക് ഇവിടെ ദുബായ് ആണ് നമ്മുടെ എടാ ഗഫൂർ ഖാന്റെ നമ്പറിൽ എന്തേലും ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ഇപ്പൊ ഒന്ന് പണിക്കറ, നമുക്ക് ഒരാഴ്ച അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് പണിക്കറടാ. ഫസ്റ്റ് ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് ലാപ്ടോപ്പ് വാങ്ങാന്, മൊബൈൽ മാറ്റാൻ വേണ്ടിട്ട്, ഐഫോൺ വാങ്ങണം മൊബൈൽ. നിന്റെ ലാപ്പൊന്നല്ല, എനിക്കൊരു കാറ് മേടിക്കണം, ഒരു ടയോട്ട പ്രാഡോ. എന്നിട്ട് അതിനെ കൊണ്ടൊരു വെലസ് വരച്ചണം. ഇന്നേക്കാളൂ ബുർജ് ഖലീഫയിൽ കാണാൻ പോകും. വിളിച്ച് കിട്ടുന്നില്ല ഗഫൂർ ഖാൻ സിദ്ദീഖിന്റെ നമ്പറിൽ. അയാളെ ശരിക്കും നോക്കി അടിക്ക്, നമ്പർ മാറിയിട്ടുണ്ടാവും ചിലപ്പോ. ആ ശരിക്കും തന്നെ അടിച്ചോ, ഒന്നുകൂടെ അടിക്കോ. എനിക്ക് തന്ന നമ്പർ തന്നെയല്ലേ അത്? ആ ഒന്നും കൂടി അടിച്ചു നോക്കി. എന്റെ കയ്യിൽ വേറൊരു നമ്പർ ഉണ്ട്, അത് ഞാൻ അടിച്ചു നോക്കാം. അതിന്റെ ഈ ഫോണിലുണ്ടാവും. हेलो। हाँ भाई, अस्सलाम वालेकुम भाई। वालेकुम अस्सलाम। भाई गफूर का दोस्त है। कौन? गफूर का दोस्त है। कौन गफूर भाई? बॉस है, पानी दे रहा था बॉस है। क्या पानी? क्या क्या बोलते हैं तुम? मलबारी? हाँ मलबारी। क्या हुआ? बॉस आप पाए वो गफूर का दोस्त, गफूर का। कौन गफूर है भाई? कौन है? तुम किधर से फोन करता है? यारो ഇത് ഹിന്ദി ആടോ. പണി ഉണ്ടാക്കി നമ്മ പൈസ കൊടുത്തതാണ് बॉस। हाँ बोई, बोलो 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 मलबारी बोलो। पानी वो गफूर का पानी दे रहा था। काम क्या पानी 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 पानी? कौन पानी? काम बोला। काम क्या काम करेगा? क्या किया? मेरे को गफूर का मालूम नहीं भाई। आप गफूर का दोस्त है, दोस्त। बड़ा भाई है भाई। गफूर कौन भाई? गफूर मालूम नहीं है मेरे को। ഇങ്ങനെ ഹിന്ദിയൊക്കെ എന്തോ പറയുന്നോളോ. പാടി തരാന്ന് പറഞ്ഞല്ലോ ഗഫൂർക്ക, നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന. क्या बोलते तुम? ഇങ്ങനെ ഫുള്ള് ഹിന്ദിയ, നമുക്കറിയില്ല മോനെ ഹിന്ദി. क्या है? हेलो। हाँ भाई। हाँ गफूर का दोस्त है भाई। काम है बोला। क्या काम? कौन नंबर दिया? मेरा नंबर कौन दिया? दोस्त है तू, നമ്മളെ പെറ്റിക്കല്ല പൈസ കൊടുത്തോ. इधर का चेक गफूर മാമ പൈസ കൊടുത്ത നമ്മളെ പെറ്റിക്കല്ല. നമ്മള് പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല, റൂമിന് റെന്റ് കൊടുക്കണം. क्या रूम रेंट? क्या क्या बोलते हैं मलबारी? मेरे को काम बोला गफूर का दोस्त। कैसे में काम देगा? क्या काम करेगा? तुम कान क्या आदमी है? पानी किधर है? अब उधर आएगा। आओ। काम नहीं है, तू पैसा दे दो, मेरा पणम तन्ने।
क्या पणम क्या तुम पणम पणम किणा किणा मुना हम गफूर का दोस्त है, पैसा दिया गफूर को। गफूर मार जा भाई, तुम्हारा पैसा। क्या बात है भाई भाई, जा कोई काम പോയി അയാൾ പണിയില്ല പൈസ പോയി പണി പോയി. ഗഫൂർഖാൻ ആളൊന്നും പറ്റിക്കുന്ന നമ്മളെ പൈസയും പോയി പണിയും പോയി. എങ്ങനെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ? പഴയ പയ്യന്നെ എന്തല്ലേ കാണാതെ എടെ എന്ത് കുബൂസ് മുമ്പേത്തെല്ലാം എടുത്ത് തരാനുള്ളല്ലോ. തരുന്നു പൈസ കിട്ടിയാൽ തരുന്നു കൊറേയല്ലേ പറയുന്നേ. ഇതെന്ത് കൊറേ ആയി. എന്ത് 10-ാം തീയതി കഴിഞ്ഞ്, ഇന്ന് 15 ഡേറ്റ്. എന്ത് പ്രശ്നം നിങ്ങളെ? പണിയാണ് പൈസ തരാൻ പറ്റില്ല. അത് എപ്പോഴും തരുന്നു, ഇത് എപ്പോഴും തരാന്നറിയ എല്ലാ മാസം ഇങ്ങനല്ലേ നിങ്ങൾ ചെയ്യുന്നേ. ശരി എന്നിട്ട് അപ്പൊ മറ്റേ അയാളെടുത്ത് നിങ്ങളെ ആ തടിച്ച ഒരാളുണ്ടല്ലോ റൂമിൽ കടന്നെങ്കിൽ ഇവിടെ നമുക്ക് മുതലാവും. നമുക്ക് പർച്ചേസ് ആക്കണ്ടേ? എപ്പോ നാളെ തരുവോ? അല്ല നമ്മള് ബോസ് പ്രശ്നമാക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് സാലറി കിട്ടിയിട്ടാ ഇതുവരെ. ഇങ്ങനെ തലവാന്തിയാ മതിയാ ഇപ്പോഴോ? എപ്പോഴും വന്നിട്ട് തലവാന്തുമല്ലോ. എന്ത് നമുക്ക് വീട് തന്നോളണം, അതൊന്നും അറിയില്ല. നാളെ തന്നോളണം, നാളെ മാറ്റോ 2 ദിവസത്താ മതി. ആയാ ഇനി വേറെന്തുണ്ടത്? ആയി എന്നാലും വീട്. ഓക്കെ, നാളെ വന്നേ. ആ പിന്നല്ലടാ ഇപ്പൊ പോയിട്ടേ ഓനുണ്ടല്ലോ, അവര് റൂമിൽ തടിച്ചോ കൊറേ നാളായി വരാത്ത. അപ്പൊ ഇവൻ ശമ്പളം കിട്ടിയിട്ടാലോ, ശമ്പളം ശരിയായിട്ടാലോ. ശമ്പളം എപ്പോ കിട്ടുന്ന നമുക്കൊന്ന് ഇവിടെ പൈസ എന്ത് വെറുതെയാ. നീ എന്ത് ചോദിക്കാണ്ട് എനിക്ക് പോയിട്ട് ചോദിച്ചൂടെ? നീ റൂമിലേക്ക് പോവോ? അവർ അന്നെങ്കിലേ ശരിയാവും. ஆடாதடா ஆடாதடா மனிதா, ரொம்ப ஆட்டம் போட்டா அடங்கிடுவ மனிதா. ஆடாதடா ஆடாதடா மனிதா, ரொம்ப ஆட்டம் போட்டா அடங்கிடுவ மனிதா. നീ ഇങ്ങനെ കടന്നുറങ്ങിക്കോ. തെണ്ടിയാടെ പീഡിയക്കാരൻ നമ്മളോട് ചൂടാണ്. വീട് ചൂടാണ്. ഏത് ഗ്രോസറിയിലാ? നീ ഇറാനി ഗ്രോസറി നോക്കിക്കോടാ. ആ ഇറാനി ഗ്രോസറിക്കാരനെ എനിക്ക് തരാൻ തന്നിട്ടുണ്ട്. നീ കഴിഞ്ഞാഴ്ചത്തെ പൈസ കൊടുത്തനാ? പിന്നെ കൊടുത്തില്ല കഴിഞ്ഞാഴ്ചത്തെ. ആ കുന്നം കൊടുത്തിന്. അയാളെ പോകാൻ തന്നെ വിടുന്നില്ല. ഒന്നാമെന്താ ഉഷാറ് പോകാൻ പറഞ്ഞ എനിക്ക് നടക്കൂലല്ലോ. അതിനകത്ത് ചിക്കൻ കറി വെച്ചു തരും. ഇന്നും കൂടെ തിന്നല്. നാട്ടില് നല്ല മങ്ങലും ബിരിയാണിയെല്ലാം ഉണ്ടാവും. വീഴ്ത്തി കുപ്പൂസിലാക്കി കേറാൻ അതിന്റെ ചങ്ങായി മേടിച്ചിട്ട് മയ്യത്ത് കാണാൻ പോകാൻ പറ്റിയില്ല. അതിന്റെ അപ്പുറം വന്നു നിന്റെ മങ്ങലോ ആണെങ്കിൽ തിന്ന് ചെയ്യാൻ കഷ്ടപ്പാട്. എന്ത് കഷ്ടപ്പാട്. 4 നേരം തിന്നാൻ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ഉണക്ക് കുബൂസാണ്. ആകെ മതിയെന്നായിപ്പോ. നാട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഈ കുബൂസ് നാളെ അതും ഉണ്ടാവില്ല. നാളെ നമുക്ക് ഇറാനി ഗ്രോസറി വാങ്ങാനോ? ഇറാനി ഗ്രോസറി ഒന്നും തരൂലാലോ. ഇന്റെ സ്ഥലത്ത് തന്നെ പൈസ കൊടുത്തു, എന്നാലും അപ്പുറത്തെ പീടിയെന്ന സ്ഥലത്ത്. ഇനിയിപ്പോ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഓരോ പൈസ ആവശ്യം ഇങ്ങോട്ട് പോയി. എല്ലാം ശരിയാവൂടാ. നീ പണിതെന്താ നമ്മളെ അത് നോക്കിയാ? നാളെ പോയോക്കണം. കിട്ടിയാ കിട്ടി. ഗഫൂർക്ക് നമ്മളെ പറ്റിച്ചല്ലേ. ഗഫൂർഖാൻ ഈ സമയത്തായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രില്ല് ചിക്കൻ എടുത്ത് പറക്കണം. നാട്ടിലാണെങ്കിൽ ആ കാറ്റത്തിൽ പിന്നെ മണലും വണ്ടിയിലും എടുത്തിട്ട് എങ്ങനെയും കുച്ചാകുമ്പോ വരക്കത്തി ഉമ്മാരെ കഞ്ഞിയും കുടിച്ചിട്ട് ഉറങ്ങി. ഔട്ട് പാസ് ആയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോയി. ഗ്രോസറിക്കാരനായിട്ടത് നോക്കിട്ട് പൈസ കൊടുക്കണ്ടോ? ഇതാ ഗുളി നോക്കുന്നതാണ്. എടാ സുനിയാ, ഓക്കെ നീ ആ 7 കൊടുക്കട്ടാ. പിന്നെ വേറെ
ഞാൻ ചെക്ക് എവിടെ മാറിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കേടാ, ഞാൻ കോൾ ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ. എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ നോക്കണ്ടി, ഞാൻ അത് ചെയ്യണ്ടല്ലേ. എനിക്കും അവിടെ പൈസ, നമ്മൾ ഇവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നേ. നിങ്ങളാരും മാത്രം നോക്കിയിട്ട് എത്ര ആരും നിൽക്കാൻ കഴിയും? വെറുതെ നമ്മ കടലിൽ ശരിയാവുന്ന വെച്ചിട്ട് ഇന്ന് 1-2 ഓക്കെ. ഇത് എത്രയായി? 6 മാസമായില്ലേ? ഞാച്ചാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത്രയും നല്ല. കുറച്ച് ശ്രമിച്ചാലും കിട്ടൂടാ. ഇങ്ങനെ ഇവിടെ ഇരുന്നും കൊണ്ട് പണിയൊന്നും ആണോന്നില്ല, അത് മനസ്സിലാക്കാതെ. ശ്രമിക്കുന്നുണ്ട്. എന്ത് ശ്രമിക്കുന്നുണ്ട്? വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഗ്രോസറി പോയിട്ട് കുബൂസുമായി തിന്നാൽ മതി. കുറച്ച് പുറത്തിറങ്ങി അധ്വാനിക്കുക, കുറച്ച് നടക്കുക. ഇതൊന്നും നടക്കാണ്ടിതാ മോനെ ഉറങ്ങി. നിന്നെ കണ്ടിട്ട് ഞാൻ അവനും കൂടി ഇതായില്ലേ അങ്ങോട്ടേക്ക് റൂമിലേക്ക് നിന്നു. പെല്ലും കൂടി ഞങ്ങൾക്ക് തന്നെ തന്നു. എടാ, എന്റെ ഇത് ടെൻഷൻ കൊണ്ട് ഞാൻ പറയുന്നേ, നീ അത് മനസ്സിൽ വരുത്താറുണ്ടോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരെ കാര്യം നോക്കി നിൽക്കുന്നതാ. ഞാനൊരാളാ അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്ക്. ഭാഗ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നല്ല ജോബിൽ ഇല്ല, കിട്ടിയത് എക്സ്പീരിയൻസ് ആക്കാൻ നോക്ക്. ഇത്ര ഇല്ല ചെലവ്, കണ്ടുപിടിക്കേണ്ട ചെലവിനെ കിട്ടും. ആദ്യം നീ പോയേക്കും, എന്നിട്ട് അവനെ ശ്രമിച്ചാൽ മതി. ഇനി ഇല്ലൊരു 2 കൂടിയിട്ട് അങ്ങ് കളയണ്ട. ഇരുളടയുകയാണോ മിഴിണയുടെ കൂടുകൾ, വിധിനെരിവേനൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയെ അലയേ. ആ കുത്തിൻ പോലത്തെ ബിൽഡിംഗ് കണ്ടോ? ആടെ നമ്മളെ സുലൈമാനാ വർക്ക് ചെയ്യുന്നു. ഓനാരാ കയറ്റിന്? ഞാനാ കയറ്റിന്. ഓന് എത്ര ആളെ പണി കയറ്റി? ഇതെല്ലാം ഇവിടെ എത്ര ആൾക്കാർ സുലൈമാന്റെ ഒന്നും പറയണ്ട. ഗഫൂർ ഖാന്റെ ദോസ്ത് ഒരു പച്ച ഉണ്ടാവും, കട സെക്യൂരിറ്റി എന്റെ പറഞ്ഞാൽ മതി. ഗഫൂർ ഖാൻ ദോസ്ത് ഈ ഡ്രസ് ഇട്ടിട്ട് പോയാൽ മതി. ടൈ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ടൈ കൂടി കെട്ടിക്കോ. പാങ്ങലുണ്ട്, ഇതെല്ലാം മതി. ഒരു ടൈ കൂടി കെട്ടിക്കോ, പോയിക്കോ. നാളെ രാവിലെ പോയിക്കോ. നീ പണിക്ക് കൊടുക്കേണ്ടി വരും. എന്തോ CV 35 ആൾക്കാരെ CV വലുതായിട്ടാ. നീ സുലൈമാനെ CV ഉണ്ടായിട്ടില്ല, പിന്നെ നീക്ക് CV. നാളെ രാവിലെ പോവാ. പിന്നെ തെറിക്കിട്ട് ചെമ്പ് തെറിക്കിട്ട് ഒരു 5000 ദിർഹംസും കൊണ്ട് എനിക്ക് ഒരു 2 മാസം കൊണ്ട് നീ 5000 ഒരു കാറും മേടിക്കും. നീ ഇപ്പൊ എത്ര ഇല്ലേ? എന്തായാലും അൻസ് തന്നിട്ടില്ലേ? എന്തായാലും ഉണ്ടാവും. ആ ഇതല്ലേ അതാ ബിൽഡിംഗ് തോന്നുട്ടോ. നമ്മുടെ ഗഫൂർ ഖാനത്. ആ അത് ഗഫൂർ ഖാനാ. ഗഫൂർ ഖാന്റെ പൈസ. जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना.